ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ മലയാളം ചാനൽ. നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള മാക്കറോണി റെസിപ്പി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് മാക്കറോണി ഇട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം വെള്ളം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നല്ല ഒരു ചെറിയ രീതിയിൽ തിള വരുന്ന സമയത്ത് നമുക്ക് ആ മാക്കറോണിയെ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച ശേഷം ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ 2 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ഹാഫ് ബട്ടർ നല്ല രീതിയിലൊന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ മെൽറ്റായ ശേഷം അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്നവരേക്കും വഴറ്റുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മുടെ മാക്രോണി നമുക്ക് നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളം തോരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ട്രെയിനറിൽ. ഇപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മസാല, മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരേക്കും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ടൊമാറ്റോ സോസാണ്. എൻ്റെ കയ്യിൽ ചെറിയ പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിലുള്ളത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ചെറിയ പാക്കറ്റ് 2, അതായത് ഒരു രൂപയുടെ 2 ചെറിയ പാക്കറ്റ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് വിതുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരേക്കും വയ്ക്കുക. നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മാക്രോണി, വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്ന വേവിച്ച് നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന മാക്രോണി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാക്രോണി ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ഇതിൽ പിടിക്കും. നമുക്ക് ഇതിലൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ അത് എടുക്കാൻ സ്കിപ്പായി പോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാക്രോണി, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാക്രോണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.